ഇന്ന് 7 ലൈസ് എബൌട്ട് ബ്രെയിൻ പാർട്ട് 3 ടോപ്പിക്കിൽ ക്ലാസ് എടുക്കുവാൻ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ചായ ഓസ്റ്റിൻ സാറിനെ ക്ഷണിക്കുന്നു. വെൽക്കം സാർ. താങ്ക് യു ആരതി. താങ്ക് യു സോ മച്ച്. എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? ഓക്കെ, എന്നെ ഹോസ്റ്റ് ആക്കി. താങ്ക് യു. ഓക്കെ, സോ മാജിക് മോർണിംഗ് നമ്മളിപ്പോ എത്ര ലൈസ് കേട്ടുന്നു വല്ലവരും ഓർക്കുന്നുണ്ടോ? മണി സാറേ, നമ്മൾ എത്ര ലൈസ് പറഞ്ഞു? 4 4 ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. ബാക്കി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എത്ര ലൈസ് കേട്ടു എന്നുള്ളത്? ഇത് ആരെങ്കിലും നോട്ട് ചെയ്ത് വെക്കണ്ട, എന്നറിയാം. എനിവൺ? എത്ര ലൈസ് കേട്ടു? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. കൂടുതൽ കേട്ടിട്ടുണ്ട് സാറേ. അതിൽ കൂടുതൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. ഓർക്കാൻ വേണ്ടി ഒന്ന്, നമ്മൾ ഇന്റലിജൻസ് ഈസ് ഫിക്സ്ഡ് എന്നുള്ളത് ഒരു ലൈ ആണെന്ന് മനസ്സിലായി. നമുക്ക് ഏത് സമയത്തും ഏതും പഠിക്കാമെന്നുള്ള കാര്യം മനസ്സിലായി. വിൽമ റൂഫിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. രണ്ടാമത് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ വി ഓൺലി യൂസ് 10% ഓഫ് അവർ ബ്രെയിൻ എന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മളത് മാറ്റി. മൂന്നാമത് മിസ്റ്റേക്സ് ആർ ഫെയിലിയേഴ്സ് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്നത്. അത് അങ്ങനെയല്ല എന്നുള്ളൊരു തോട്ട്, ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് കിട്ടി. അതിന് 3M എക്സാമ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നോ? നമ്മുടെ ഒരു ഗ്ലൂ കണ്ടുപിടിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നോളജ് ഈസ് പവർ എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു സംഭവം പറഞ്ഞത്. അതായത് നോളജ് പവർ അല്ല, അപ്ലൈഡ് നോളജ് ആണ് പവർ എന്നുള്ളത്. അഞ്ചാമത്തെ ലൈ, ലേണിംഗ് ന്യൂ തിങ്സ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ കരോൾ ഗ്രീഡറിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞായിരുന്നു. ഇല്ല സർ. ഇല്ല. അപ്പോ ഇല്ല. നമുക്കിന്ന് 5ഉം 6ഉം കേട്ടോ? ഇല്ലല്ലോ. ഹലോ, ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതായത് ലേണിംഗ് ന്യൂ തിങ്സ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ ആരും പഠിക്കാൻ ശ്രമിക്കാത്തതിന്റെ കാരണം. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ പാട്ട് പാടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. ആണോ അല്ലയോ? അപ്പോ അത് ഒരു ലൈ ആണ്, ഒരു നുണയാണ് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മള് ഒരു കാര്യം ലൈക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പഠിക്കാനല്ല ബുദ്ധിമുട്ട്, ആ പഠിക്കുന്ന മെത്തേഡ്സ് അറിയാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 10 ബ്രെയിൻ ഫുഡ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് 10 ബ്രെയിൻ ഫുഡ് പറയാൻ പറ്റുന്ന ആരുണ്ട് ആ സ്റ്റോറി ഓർത്തിട്ട്? എവിടെ ബ്രെയിൻ ഫുഡൊക്കെ അവിടെ തന്നെ തീർന്നു. എനിവൺ എൽസ്? ആരതി? അവക്കാഡോ, ആ, ബ്ലൂബെറി, ഉം, സാൽമൺ ഫിഷ്, ഉം. എഗ്സ്, ടർമറിക്, കോക്കനട്ട് ഓയില്, പിന്നെന്തുവാ, കഥ പകുതി വെച്ച് ബ്രേക്ക് ആയി പോയി, അതുകൊണ്ടാണ്. എന്തായാലും ഗുഡ് ട്രൈ. ഒരു 5-6 ഓർക്കുന്നുണ്ട്. ആരതി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോണ്ട് വിളിച്ചാണ്. ആരതി പോയോ? എനിവൺ എൽസ്? അല്ല, എല്ലാവരും കഥയൊക്കെ മറന്നുപോയി. ഹലോ, എല്ലാവരോടും ഇല്ലേ? ഓർക്കണ്ട, ഇല്ല? യെസ് നോ ഒക്കെ പറ. മണി സാറേ, ട്രൈ ചെയ്യാൻ പറ്റുമോ? ഗ്രീൻ ലീഫി വെജിറ്റബിള്, ആ, ഗ്രീൻ ലീഫ് വെജിറ്റബിള്. ആ, ഞാനന്ന് പറഞ്ഞ കഥ ഒരിക്കൽ കൂടെ പറയാം. അപ്പൊ എന്നിട്ട് ആർക്കെങ്കിലും ആ കഥ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ കഥ ഞാൻ അന്ന് പറഞ്ഞത് അവക്കാഡോനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവക്കാഡോയും ബ്ലൂബെറിയും കൂടി കൂട്ടിയിടിച്ച് കഴിഞ്ഞപ്പോ ഒരു സൈഡിൽ നിന്ന് അവക്കാഡോ വരുന്നു, ഒരു സൈഡിൽ നിന്ന് ബ്ലൂബെറി വരുന്നു, രണ്ടും കൂടി കൂട്ടിയിടിച്ച് കഴിഞ്ഞപ്പോ അത് രണ്ടും കൂടി ചേർന്ന ഒരു സാൽമൺ ഫിഷായി. സാൽമൺ ഫിഷ് തെറിച്ച് വീണത് ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണല്ലാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഓക്കെ, ആ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്
സാൽമൺ ഫിഷിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പറന്ന് പൊന്തി കുറെ കഴിഞ്ഞപ്പോ പെടച്ചില് നമ്മുടെ സാൽമൺ ഫിഷ് വീണത് ഒരു ഡാർക്ക് ചോക്ലേറ്റിലായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റിൽ വീണ് ഡാർക്ക് ചോക്ലേറ്റ് മുഴുവൻ ആയ സാൽമൺ ഫിഷ് എടുത്ത് പിന്നെയും ചാടിക്കഴിഞ്ഞപ്പോ ടർമറിക് വാട്ടറിലാണ് വീണത്, ടർമറിക്കിലാണ് വീണത്. ഓക്കെ, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ച് നേരെ കയറി ചെയ്ത് വെള്ളത്തിൽ നിന്ന് കയറിയത് വാൾനട്ടിന്റെ മരത്തിലാണ്. നിറയെ വാൾനട്ടുള്ള മരത്തിന്റെ ഉച്ച സ്ഥായിയിൽ എത്തിക്കഴിഞ്ഞപ്പോ അവിടുന്ന് വീണ്ടും വീണു. എവിടേക്ക് വീണു? മുട്ടയുടെ പാത്രത്തിലേക്ക് വീണു. എഗ്ഗ് പൊട്ടി അതിൽ നിന്ന് പുറത്തേക്ക് വന്നത് എഗ്ഗിന്റെ ഇതായിരുന്നില്ലേ, മറിച്ച് വെള്ളമായിരുന്നു. ആ വെള്ളത്തിന്റെ മുകളിൽ നോക്കിയപ്പോ ഇങ്ങനെ കോക്കനട്ട് ഓയിൽ തെളിഞ്ഞു നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞ കഥ. ഇതിലും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് കഥ ഉണ്ടാക്കാൻ പറ്റും. സോ ഇനി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ജസ്റ്റ് പഠിപ്പിച്ചായിരുന്നു ഓർക്കണ്ടോ നോക്കാറില്ല. ഇനി ഈ 10 ഐറ്റം ആർക്ക് പറയാൻ പറ്റും? എല്ലാവരും ഉറങ്ങാണോ? മെഡിറ്റേഷൻ കഴിഞ്ഞു? എനിക്ക് അവക്കാഡോ, ബ്ലൂബെറി, ആ സാൽമൺ ഫിഷ്, ആ പിന്നെ ലീഫി വെജിറ്റബിൾസ്, ആ ഡാർക്ക് ചോക്ലേറ്റ്, ടർമറിക്, ആ വാൾനട്ട്, വാൽനട്ട്, ആ എഗ്, കോക്കനട്ട് ഓയിൽ, വാട്ടർ. വെരി ഗുഡ് മനസ്സിലാകും. ഫസീല, വുഡ് ലൈക്ക് ടു ട്രൈ? മ്യൂട്ടാണ് അൺമ്യൂട്ട് ചെയ്യാവോ? അവക്കാഡോയും ബ്ലൂബെറിയും കൂടെ കൂട്ടിയിടിച്ചു. ആ avocado, blueberry, ഉം, salmon fish, ഉം, green leaf, ഉം. walnut, ആ, dark എവിടേക്ക് chocolate, വീണ അല്ലല്ല, ഡാർക്ക് ചോക്ലേറ്റ്. dark chocolate, walnut, and then uh, വാൾനട്ട്, എഗ്, yes, egg, coconut oil, വാട്ടർ. turmeric മറന്നുപോയില്ലേ? അല്ല, കഥ ഓർത്താ മതി. നിങ്ങളത് ഞാൻ ആ കഥ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും മണിസാർ അടിപൊളിയായിട്ട് പറഞ്ഞു. എനിവൺ എൽസ് ടു ട്രൈ? ഹലോ, ഇല്ല, ആരുമില്ല. അവക്കാഡോ, ബ്ലൂബെറി, സാൽമൺ ഫിഷ്, ഗ്രീൻ ലീഫ്ലി വെജിറ്റബിൾസ്, ഡാർക്ക് ചോക്ലേറ്റ്, ടർമറിക്, പിന്നെ വാൾനട്ട്, എഗ്സ്, വാട്ടർ, കോക്കനട്ട് ഓയിൽ. വെരി ഗുഡ്. നല്ലൊരു ഗെയിം. സോ ഇത് ഞാൻ എന്തുകൊണ്ട് വീണ്ടും പറയിപ്പിച്ചെന്ന് വെച്ചാൽ, ലേണിംഗ് ന്യൂ തിങ്സ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്, ബട്ട് ലേണിംഗ് ന്യൂ തിങ്സ് ഇൻ എന്താ പറയാ, പല വഴികളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മെത്തേഡ് അറിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ 10 ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അന്ന് 10 ബ്രെയിൻ ഫുഡ് ഞാനിതിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതിയൊക്കെ വെച്ചു, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊക്കെ നോക്കി. പക്ഷെ ഞാൻ മറന്നു. എങ്ങനെ പോയാലും ഏതെങ്കിലും ഒരെണ്ണം മിസ്സാവും, 10 എത്തൂല. അവസാനം ഞാൻ ചെയ്തത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബുക്ക് വായിച്ചു വന്ന സമയത്താണ് ഈ ഒരു മെത്തേഡ്. ഞാൻ ഇതിക്ക് മുമ്പ് പറയായിരുന്നു ഈ മെത്തേഡ്. ഞാനിങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി പഠിച്ചു. ഇപ്പൊ എത്രയോ ക്ലാസ്സുകളിൽ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. എനിക്ക് ഒരെണ്ണം പോലും മറന്നുപോയില്ല. ഇതിന്റെ ഏറ്റവും രസം വെച്ചാൽ ഇത് റിവേഴ്സും പറയാൻ പറ്റും. ഇപ്പൊ പറയണേ കോക്കനട്ട് ഓയിൽ, വാട്ടർ, എഗ്സ്, വാൾനട്ട്, തിരിച്ച് നമ്മുടെ ടർമറിക്, ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെന്തായിരുന്നു, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സാൽമൺ ഫിഷ്, ബ്ലൂബെറി, അവക്കാഡോ. നമുക്ക് തിരിച്ചും മുറച്ചും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ലേണിംഗ് ന്യൂ തിങ്സ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്, ഓൺലി വി ഡസൻ നോ ദ മെത്തേഡ്. ലൈക്ക് ആ ഒരു റൈറ്റ് മെത്തേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ നമുക്ക് ഗണിതത്തിലൊരു സംഭവം ഉണ്ടല്ലോ, പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഭവം. ഏതായിരുന്നു? അബാക്കസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയില് ഇങ്ങനെ ഒരു ലെങ്ത്, എനിക്ക് തോന്നുന്നു ഒരു 10-20 കാൽക്കുലേഷൻസ്, പ്ലസ് മൈനസ്. അപ്പൊ ഒരു കൊച്ചിന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കാണിച്ച് എനിക്ക് തോന്നുന്നു 10-20-25 പ്ലസ് മൈനസ് ഇൻഡു ഒക്കെ കഴിഞ്ഞിട്ട് അവസാന കൊച്ചിനോട് ചോദിക്കുമ്പോൾ പറയാം, വാട്ട് ഈസ് ആൻസർ? 4. ആ കൊച്ചു 4 എന്ന് എഴുതി ഇങ്ങനെ പൊക്കി കാണിക്കും. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ആ കുട്ടിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അത് കുട്ടിയുടെ ബ്രെയിൻ വലിയ സംഭവമായിട്ടല്ല, നമ്മുടെയും ആ കുട്ടിയുടെയും എല്ലാവരുടെയും ബ്രെയിൻ ഈസ് ഓക്കെ. പക്ഷെ ഓൺലി വൺ തിങ്, നമ്മള് അതിന്റെ മെത്തേഡ് അറിയുന്നുണ്ടാണ്.
ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പഠിപ്പിച്ചു തരാം. ഈ ലേണിംഗ് ന്യൂ തിങ്സ് ഇസ് ഡിഫിക്കൽട്ട്. ഇപ്പം പേര് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എനിക്കും ബുദ്ധിമുട്ടാണ്, ഇല്ലേ? ആണോ അല്ലയോ? ഹലോ, ആരെങ്കിലൊക്കെ ഒന്ന് അതെ റെസ്പോണ്ട് ചെയ്യും. അതെ ക്ലാസ് സാർ, എടുക്കാൻ രസമില്ല. അതെ നമ്മളിപ്പോ അതെ ഒരാളെ പരിചയപ്പെടുമ്പോ പേര് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫോം ഉണ്ട്. ഞാനിപ്പം ഒരു സെക്കൻഡേ, ഞാൻ അതിന്റെ ഒരു മെത്തേഡും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനത് ശരിക്കും പറഞ്ഞ എന്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ ആ വേർഡ്സ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. BES. ഓക്കെ, ഷെയർ സ്ക്രീൻ ഒരു മിനിറ്റ്. ഈ മെത്തേഡും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ ഇതാണ് ഒരു ഈ ഒരു അനോമീസ് നിങ്ങൾ പഠിച്ചാൽ മതി. ബീസ് വേ എന്നാണ് ഇതിന്റെ ഒരു സാധനം. ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3-4 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ഈ ഓരോ ലെറ്റേഴ്സിനും നിങ്ങൾ എഴുതി ഇത് മാത്രം ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമത്തേത്, നമ്മൾ ഒരാളുടെ പേര് പഠിക്കുമ്പോൾ ആദ്യം വേണ്ടത് ബിലീഫ് ആണ്. മനസ്സിലായോ? വിശ്വാസം വേണം. എന്ത് വിശ്വാസം വേണം? ലൈക്ക് എനിക്ക് ഇത് പറയാൻ പറ്റും എന്നുള്ള ഒരാളുടെ പേര് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് ആദ്യം വേണ്ടത്. നമ്മൾ എല്ലാ കാര്യത്തിലും അതെ, പുതിയൊരു കാര്യം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് നടക്കും, കിട്ടും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരാളുടെ പേര് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആളുകൾക്ക് അറിയാലോ, ഇപ്പൊ ഞാനിവിടെ ഓരോരുത്തരുടെയും പേര് വിളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പൊ മണി സാറേന്നോ, ദിവ്യ മാംന്നോ, ആരതിന്നോ, ഉണ്ണീന്നോ ഒക്കെ ഞാൻ വിളിക്കുമ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിട്ട് ആവാനും നല്ലത് ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ എന്ന് വെച്ചാല് വിശ്വാസം വേണം. അയ്യോ, ഞാൻ ഇത്രയും പ്രായമായി, ഇനി എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കണം. ലൈക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വിശ്വാസം. രണ്ടാമത്തത് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. മനസ്സിലായോ? നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഈ പലപ്പോഴും ആളുകൾ ഈ പേര് പഠിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളും പ്രശ്നം വരുന്നതിന്റെ ഒരു കേസ് എന്ന് വെച്ചാല് ആരും എക്സസൈസ് ചെയ്യില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പഠിക്കൂല. അപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഈ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ എന്ന് പറയുന്നത് സേ ഇറ്റ് എന്നാണ്. അപ്പൊ നിങ്ങള് ഒരാളെ പരിചയപ്പെടുന്നു, ലൈക്ക് ഇപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ ആദ്യമായിട്ട് കാണുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അയാളുടെ ഇപ്പൊ ഞാൻ ചോദിക്കും, ഓക്കെ നിങ്ങളുടെ പേര് എന്താണെന്ന് ചോദിക്കും. അപ്പോ ലൈക്ക് ആരെങ്കിലും നിങ്ങളുടെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും ഇപ്പൊ ഫസീല എന്ന് പറയും. ഫസീല എന്ന് അവര് പേര് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം വീണ്ടും അതിനെന്ത് പറയണം? ഫസീല. ഓ, ഫസീല. ഓക്കെ, ഇത് ഇങ്ങനെയാണല്ലേ? ഓക്കെ, ഫസീല. ഓക്കെ, ഞാനിങ്ങനെ ആ പേര് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഫാക്ടർ വരുന്നത് വെച്ചാൽ യു ആണ്. യു എന്ന് പറയുന്നത് യൂസ് ഇറ്റ് എന്നാ പറയാം. യൂസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേര് നമ്മൾ ആ കോൺവെർസേഷന്റെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളാണ്, 3-4 തവണയെങ്കിലും നമ്മൾ അത് യൂസ് ചെയ്യണം എന്നാ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫസീലയുടെ പേര് പറയുമ്പോൾ തന്നെ ലൈക്ക് ഇങ്ങനെ പറയാം, എന്താ പറയാ, ഓ അപ്പൊ ഫസീല എവിടെ നിന്നാണ്, ഫസീലയുടെ എന്താ പരിപാടി, ലൈക്ക് യുനോ ഫസീലയുടെ വീട് എവിടെയാണ്. ഇങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യവും ഈ ഒരു കോൺവെർസേഷനിൽ 3-4 പ്രാവശ്യം ഈ പേര് നമ്മൾ യൂസ് ചെയ്യണം. അത് അവർക്കും ഇഷ്ടമാണ് ആ കോൺവെർസേഷനിൽ നമ്മുടെ പേര് ഇങ്ങനെ കേൾക്കുന്നത്. ഓ അപ്പൊ ഫസീല ബികോം ആണല്ലേ, ഓക്കെ. അതിന് കുറച്ചു നേരം കഴിഞ്ഞ് പറയുന്ന സമയത്ത് ഫസീലയുടെ ഹസ്ബൻഡിന്റെ പേരെന്താ. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കിട്ടിയില്ലേ? ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആണ് ആസ്ക് ഇറ്റ് എന്നാണ്. ഓക്കെ, ചോദിക്കുക. ചോദിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ഈ പേരിനെ പറ്റി നമുക്ക് ഞാൻ കൂടുതൽ ചോദിക്കാനുള്ളത്. അപ്പൊ ഫസീല ഈ പേരിട്ടത് ആരാണ്? ഫസീലയുടെ പേരിട്ടത് ആരാണ്? ഫസീല ക്ലാസ്സിലുണ്ടോ? ഫസീലയുടെ പേരിട്ടത് ആരാ? ഉമ്മ. ഉമ്മയാണ്. ഈ ഫസീല എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? പുണ്യവതി. പുണ്യവതി. എനിക്ക് മനസ്സിലായില്ല, എന്നോട് പറയാം. ക്ഷമയുള്ളവൾ. ഓ, ഓക്കെ ഓക്കെ, പുണ്യവതി എന്നാണോ? ആ സെയ്ദ് എന്നാണോ? ഈശ്വര. ഓക്കെ, അപ്പൊ എന്താ കഴിഞ്ഞാൽ പുണ്യവതി. അപ്പം
ഫസീലയുടെ മുഖവും നമ്മൾ നോക്കുന്നു, ഈ പേരിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, പുണ്യവതിയാണ് അല്ലെങ്കിൽ വളരെ ക്ഷമയുള്ളവളാണ്. അപ്പൊ ആ പേരിന്റെ അർത്ഥം നമ്മൾ ചോദിച്ചു. അപ്പൊ എന്നുവെച്ചാൽ കുറച്ചും കൂടി ആ പേരുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയി എന്നുള്ളതാണ്. അപ്പം എ എന്ന് പറഞ്ഞാല് ആസ്കിറ്റ് എന്നാണ്. മൂന്നാമത്തേത് വിഷ്വലൈസ് ആണ്. അല്ല സോറി, എത്ര 2 3 4 5 6 വിഷ്വലൈസ്. വിഷ്വലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അവരെ ഒരു ഇമേജ് അയക്കുന്നത്. ഈ പേരുമായിട്ട് നമ്മൾ അതിനകത്ത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ആ പേര് പഠിച്ചത് മീൻസ് നമ്മൾ ആ ഒരു 10 ഓർഡറിൽ പഠിച്ചതിന്റെ ഒരു കാര്യം എന്താ, അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മീൻസ് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ മനസ്സിൽ കാണുകയാണ് ഇങ്ങനെ ഒരു അവക്കാഡ് വരുന്നു, അത് ബ്ലൂബെറി ആയിട്ട് കൂട്ടിയിടിക്കുന്നു, അതുപോലെ തന്നെ തിരിച്ച് വീണ്ടും അതിൽ നിന്നൊരു സാൽമൺ ഫിഷ് ഉണ്ടാവുന്നു. ഇതെല്ലാം നമ്മുടെ വിഷ്വൽസ് ആണ്. നമ്മുടെ മനസ്സിലുള്ള പിക്ചേഴ്സ് നമ്മൾ മറക്കൂല, വേർഡ്സും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പൊ നമ്മൾ ഫസീല എന്ന് പേര് പറയുമ്പോൾ നമുക്കിപ്പോ എന്താ വെച്ചാൽ ആ പേരിന് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യണം. ഇപ്പൊ ഫസി ഇല്ല, അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഫസീലയുടെ ഒരു ഫേസും നമ്മളൊരു സി ആണല്ലോ. ഓക്കെ, ഒരു സിയുടെ പുറത്തുകൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫസീലേനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലെ വിഷ്വലൈസിൽ ആ പേര് ഒരു വിഷ്വൽ ഇമേജ് ആയിട്ട് മാറ്റാണ്. ഈ ഫസീല എന്ന് പറഞ്ഞ പേരിനെ നമ്മൾ ചിലപ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്താക്കാം. ഇപ്പൊ മണി സാറിന്റെ പേര് വളരെ ഈസിയാണ് റിമെമ്പർ ചെയ്യാൻ. അപ്പൊ നമുക്ക് മണി സാർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു മണിയാണ്. അപ്പൊ മണി സാർ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ മണി കിലുക്കി വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഷീല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ശില എന്ന് പറയാം. അപ്പൊ ഷീലയുടെ ഫേസ് നമുക്ക് ശിലയുടെ പുറത്തിരിക്കുന്ന പോലെ ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. വളരെ ഓഗായിട്ട് വിഷയം പേരിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണാം. വേറെ ആരുടെ പേര് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ മേഘയുടെ പേര് എങ്ങനെയാ? മേഘപ്പുറത്തിരുന്ന് ഇങ്ങനെ മോളിൽ കൂടെ മേഘത്തിലൂടെ ഇങ്ങനെ വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മറ്റേ അങ്ങനെ ഓരോ പേരുകളും. ഇപ്പൊ ഷൈനി ആണെങ്കിൽ ഷൈനി ഇങ്ങനെ തളഞ്ഞു നിൽക്കുന്ന ഷൈനി ഫേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിലൊക്കെ പെണ്ണുങ്ങളുടെ പേര്. ഓക്കെ, സനീഷ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കാണാൻ പറ്റും? അതിനൊരു ഇമേജ് പോലെ, അല്ലെങ്കിൽ ആ സനീഷ് എന്ന് പറയുന്ന പേരിന്റെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ആ ഇമേജിനെ ആളുടെ പിക്ചേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞ എൻഡ് ആണ്. എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ പേര് പറഞ്ഞ് എൻഡ് ചെയ്യണമെന്നാണ്. അപ്പൊ ഓക്കെ വസീല, വി വിൽ മീറ്റ് യു ടുമോറോ, അല്ലെങ്കിൽ ഓക്കെ ഹഫ്നിസ, നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം എന്നുള്ള ഒരു സംഭവം നമുക്ക് പറയാം. ഇത്രയാണ് ദിസ് വേ എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ട് ഈ ഒരു മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ബിലീഫ്, എക്സസൈസ്, സേ ഇറ്റ്, യൂസ് ഇറ്റ്, ആസ്ക് ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ്, എൻഡ് ഇറ്റ് എന്നുള്ള സാധനം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺവെർസേഷൻസിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ പേര് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ഇതൊന്നുമല്ല. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ലേണിംഗ് ന്യൂ തിങ്സ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ളത് ഒരു ലൈ ആണെന്നും എന്ത് കാര്യവും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങളും ഇപ്പൊ നമുക്കിപ്പോ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കണം, ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ നമുക്ക് പറയുമ്പോൾ ഈ പേരിനെ ഇതുപോലെ വിഷ്വലൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളിലൂടെ പഠിക്കുവാണെങ്കിൽ ഈസിയാണ്. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു ലേഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കരോൾ ഗ്രീഡർ എന്ന് പറഞ്ഞ ലേഡി ചെറുപ്പത്തിലെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവരുടെ പഠനം എന്ന് പറയുന്നത് ഇവർക്ക് എന്താ പറയുക, സ്പെല്ലിങ്സ് കൃത്യമായിട്ട് അറിയില്ല, തെറ്റിപ്പോവും. ലേറ്റർ ഇവര് മനസ്സിലാക്കുകയാണ് ഇവർക്ക് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടെന്നുള്ളത്. അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ഡിസ്ലെക്സിയ. അപ്പൊ ഇവൾക്ക് പക്ഷെ ഒറ്റ ആഗ്രഹമുണ്ട്, ഇവളിപ്പോ എന്താ പറയാ, ഈ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് ജീവിക്കണം എന്നുള്ളതിനപ്പുറം, ഈ ബുദ്ധിമുട്ടിനപ്പുറം എനിക്ക് നന്നായിട്ട് ജീവിതത്തിൽ മാറണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇവൾ എന്ത് ചെയ്തു, സ്പെല്ലിങ് പഠിക്കാനല്ല ബുദ്ധിമുട്ടുള്ളൂ, ഇവളെല്ലാം കാണാപ്പാടം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കാണാപ്പാടം പഠിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവള് കുറെ റിസർച്ച് ഒക്കെ നടത്തി. ഫൈനലി ഷീ ബിക്കേം എ സയന്റിസ്റ്റ് ആയെന്ന് മാത്രമല്ല നോബൽ പ്രൈസും അവർക്ക് കിട്ടി. അപ്പം നമ്മുടെ ജീവിതത്തില് അത് ഡിസലെക്സിയ ഉള്ള ഒരു കുട്ടിക്ക് ഇത്രയധികം പഠിച്ച് ഇത്രയധികം ടോപ്പിൽ എത്താന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള ബ്രെയിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് എത്ര ലെവലിൽ എത്താൻ പറ്റും? അപ്പൊ നമ്മൾ ഈ ഒരു നുണയെയും നമ്മൾ മാറ്റണം. ലേണിംഗ് ന്യൂ തിങ്സ് ആർ ഈസി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറണം. ഓക്കെ അല്ലേ?
അതിനൊക്കെ ലേണിംഗ് ന്യൂ തിങ്സ് ഈസി എന്നുള്ളവരൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക, അല്ലെങ്കിൽ ഒരു യെസ് എന്ന് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് അടിച്ച് ഉറങ്ങണം നമുക്ക് പെട്ടെന്ന്. അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി, യെസ് ലേണിംഗ് ന്യൂ തിങ്സ് ഈസി എന്ന് പറഞ്ഞാലും മതി. വേട്ടെ. ഓക്കെ, തംസ് അപ്പ് വരുന്നുണ്ട്. ഷീലയുടെ വന്നു. സനീഷ് താങ്ക് യു. ദിവ്യ താങ്ക് യു. ആരതി താങ്ക് യു. ടീം സ്കേലോ താങ്ക് യു. ഓക്കെ, ബിഷത് ജി യെസ് താങ്ക് യു. വെരി ഗുഡ്. മേഘ ഗുഡ് താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഷൈനി താങ്ക് യു. ഓക്കെ, സോ നെക്സ്റ്റ് ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി 2 കൂടി ഉള്ളൂ, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. താങ്ക് യു. സ്റ്റിൽ ഇറ്റ്സ് കമ്മിങ്. നെക്സ്റ്റ് ലൈ എന്താണെന്ന് വെച്ചാൽ ക്രിറ്റിസിസം ഓഫ് അതർ പീപ്പിൾ ആർ മാറ്റേഴ്സ്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ക്രിറ്റിസിസം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാത്തതും പുതിയ കാര്യങ്ങൾ പഠിക്കാത്തതിന്റെയും കാരണം മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്താൽ ഭയങ്കര സങ്കടം നമുക്ക്. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് ഓർത്തു നോക്കിയേ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഒന്ന് നോക്കി നോക്കിയേ. അവര് ചെറുപ്പത്തിലേ നടക്കാൻ ശ്രമിക്കുന്നു, ഇഴയുന്നു ആദ്യം, പിന്നെ നടക്കാൻ ശ്രമിക്കുന്നു. എത്ര തവണയാണ് അവർ വീഴുന്നത്? ഓരോ പ്രാവശ്യം വീഴുമ്പോൾ ആളുകളെ കളിയാക്കും, അവരെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അവര് വിചാരിക്കുകയാണ് ഈ വീണ് വേദനിക്കുന്ന സമയത്ത് ദൈവമേ ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഇനി ഞാൻ എഴുന്നേക്കൂല എന്നൊരു കുട്ടി വിചാരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ നടന്ന് നിങ്ങൾക്ക് പറ്റൂ? കൈ പിടിച്ച് വലിക്കാനൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരും. അങ്ങനെ മടിയുള്ള ആൾക്കാർ ഒരു കാലത്ത് നടന്നിട്ടുമില്ല. അതായത് അവർ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു, തെറ്റുന്നു, കരയുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കളിപ്പാട്ടം, അവര് അത് എന്തെങ്കിലും ചെയ്ത് അത് ഒടിഞ്ഞു പോകുന്നു, അപ്പൊ അവർ കരയുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് അടുത്ത പരിപാടി എടുക്കുന്നു. ഈ കുട്ടികൾ എപ്പോഴും ഫാസ്റ്റസ്റ്റ് ലേണേഴ്സ് ആണ്, ബിക്കോസ് ദേ ഓൾവേസ് ട്രൈ ന്യൂ തിങ്സ് ആൻഡ് ദേ ഡോണ്ട് അഫ്രൈഡ് ഫെയിൽ. ഈവൻ ഫെയിൽ ആയാൽ പോലും അവർക്ക് അറിയും, പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരത് മറന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മള് എന്താ പറയാ, നമ്മുടെ ഒരു വളർച്ചയുടെ ലക്ഷണമായിട്ട് കരുതാനായിട്ട് ഇവിടെ എത്ര പേർക്ക് പറ്റും? നിങ്ങൾ ഒരാള് ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾ ഒരാള് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വളർച്ചയുടെ ലക്ഷണമാണെന്ന് വിചാരിക്കാനായിട്ട് ഇവിടെ എത്ര പേർക്ക് സാധിക്കും? ഞാൻ പലപ്പോഴും ഇന്നലെയും കൂടി എന്റെ സ്റ്റാഫിനെ പറഞ്ഞുള്ളൂ, ഞങ്ങളുടെ അവിടെയൊക്കെ ചിലപ്പോൾ സെയിൽസിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്ത് വരാന്ന് വിചാരിച്ചോ, അത്യാവശ്യം അഡ്മിഷനൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ, ഓ നിനക്ക് എന്തിന്റെ കേടാ, ഓ നീ വലിയ ഉത്സാഹർ എന്നൊക്കെ പറയും, നിനക്ക് ഇത്രയല്ലേ ശമ്പളം കിട്ടുന്നുള്ളൂ, ഇതിനൊക്കെ ഇത്രയൊക്കെ അഡ്മിഷൻ എടുക്കണോ, വെറുതെ നിന്നാ പോരെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കളിയാക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ വിമർശിക്കുന്നവർക്ക് ഒരിക്കലും ആ ഉയരത്തിലേക്ക് എത്താൻ പറ്റൂല. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ കയറി വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ചെറിയൊരു ഫെയിലിയർ ഒക്കെ ഉണ്ടായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവരിങ്ങനെ വഴക്ക് പറയും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവര് ട്രൈ ചെയ്യാണ്ടാകുമ്പോൾ ഇവരും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പൊ ഈ ഒരു നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നു, കുറെ പേര് കൂടെ വർക്ക് ചെയ്യുന്നു. അതിലിപ്പം ദിവ്യ മാത്രം ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നു, ബാക്കിയുള്ള ആൾക്കാരൊന്നും ദിവ്യയുടെ അത്രയും പെർഫോമൻസിലേക്ക് എത്തുന്നില്ല. അപ്പൊ മിക്കവാറും മീറ്റിങ്ങുകളിലൊക്കെ മാനേജർ പറയും, ഓക്കെ ലുക്ക് ദിവ്യ, നിങ്ങൾ എല്ലാവരും ദിവ്യയെ കണ്ടുപിടിക്കുക, ഷീസ് വർക്കിംഗ് സോ ഫൈൻ, ഷീസ് ബ്രിങ്ങിങ് റിസൾട്ട് എന്നൊക്കെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലൊക്കെ ഒന്ന് ദിവ്യേനൊക്കെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞു നോക്ക്. പിന്നെ ദിവ്യയുടെ ശത്രുക്കളെണ്ണം ഭയങ്കരമായിട്ട് കൂടും. എന്തുകൊണ്ടാ? കാരണം അവർക്ക് ഉയരാൻ പറ്റൂല. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് ഭയങ്കരമായിട്ട് വിമർശിക്കാൻ തുടങ്ങും. ഇങ്ങനെ വിമർശിക്കുമ്പോ ദിവ്യ എന്ത് വിചാരിക്കും, ഓ ഞാനിപ്പോ എന്തിനീ പാടിച്ചിട്ട്, ഞാനിത് എന്തിനാ ചെയ്യാം, ആൾക്കാർ മുഴുവനെ കളിയാക്കാണ്, സോ ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ്, ഞാനും ഇവരെ പോലെ ആവാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്താ പറയാ, നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യലൊക്കെ നിൽക്കും. അപ്പൊ മറ്റുള്ളവരുടെ വിമർശനങ്ങള് നമ്മളെ ബാധിക്കാതിരിക്കുന്നത് അത് ബാധകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു നുണയാണ്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഒരാളെ നിങ്ങൾക്കറിയാം, ജിം ക്യാരിയാണ്. ഇദ്ദേഹം നല്ലൊരു മനുഷ്യയാണ്, ലൈക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ സേഫ് സാറൊക്കെ പഠിപ്പിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനൊക്കെ ജീവിതത്തിൽ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ആണ്. പക്ഷെ ഇദ്ദേഹം ഈ എപ്പോഴും ഇങ്ങനെ കോമിക് ആയിട്ട് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പുള്ളി ചെയ്യുക. അപ്പൊ ഒരിക്കൽ ഇന്റർവ്യൂവർ ചോദിച്ചു, വൈ യു ആർ ഡൂയിങ് സോ? കാര്യം തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യണം, പിന്നെ
പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോ ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് ഹാഡ് ഓൾവേസ് ബീൻ ടു ഫ്രീ പീപ്പിൾ ഫ്രം കൺസേൺ. ഹൗ വിൽ യു സെർവ് ദ വേൾഡ്? വാട്ട് യു നീഡ് ദാറ്റ് യുവർ ടാലന്റ് ക്യാൻ പ്രൊവൈഡ്. ദാറ്റ്സ് ഓൾ യു ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. എന്ന് വെച്ചാല് ഇവര് ആളുകളെ അവരുടെ കൺസേൺസിൽ നിന്ന്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള കൺസേൺസിൽ നിന്ന് അവരെ ഫ്രീ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിന്റെ പർപ്പസ്. സോ ദാറ്റ്സ് വൈ ഐ ആം ഡൂയിങ് എക്സെൻട്രിക്. ലൈക്ക് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പൊ എന്നെ കാണാനായിട്ട് ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ സംസാരം അത്ര നല്ലതല്ല, പക്ഷെ ആ സംസാരം വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുന്നു. പണ്ടൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആളുകളൊക്കെ ശബ്ദം റഫാണെന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് പാട്ട് പാടാൻ അറിയാവുന്ന ആൾക്കാര് എന്റെ പാട്ട് യേശുദാസിന്റെ സൗണ്ട് പോലെയല്ല എന്നുള്ള സങ്കടത്തിൽ പാട്ട് നിർത്തി എന്തോരം ആൾക്കാരുണ്ട്. നന്നായി പാടാൻ അറിയും, പക്ഷെ എന്റെ ശബ്ദം കുറച്ച് അരകനാണ്. ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ടപ്പ് 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 എന്നൊക്കെ പറഞ്ഞ് പാടിക്കഴിഞ്ഞപ്പോ ഏറ്റവും റഫസ്റ്റ് സൗണ്ട് ആയിരുന്നു അദ്ദേഹത്തിന് ആ സമയത്ത് പാടിപ്പോ. ആൻഡ് ദാറ്റ് ബിക്കെയിം ദ ട്രെൻഡ്. പിന്നെ ഇപ്പൊ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇപ്പൊ പല ഗായകന്മാരും പരാതിപ്പെടുന്നത് വെച്ചാല് അവരുടെ നോർമൽ വോയിസിൽ അവർക്ക് പാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ഒരു റഫ് വോയിസിൽ പാടാൻ ഇപ്പൊ പറഞ്ഞത് സയനോര ഈ അടുത്ത ലോകയില് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എത്ര റഫ് വോയിസിൽ അവർ പാടുന്നത്. ഇപ്പൊ നോർമൽ വോയിസിൽ പാടുന്ന പെണ്ണുങ്ങളെ കാണാനില്ല. വളരെ സ്വീറ്റ് ആയിട്ട് ചിത്രനെ പോലെ പാടുന്ന പാട്ടുകൾ കേൾക്കാനുമില്ല. എല്ലാം റഫ് വോയിസ് ആയി. എന്ന് വെച്ചാല് നമ്മളെ എങ്ങനെയാണോ അതുപോലെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കാതെ നമ്മൾ നമ്മുടെ സ്റ്റൈലിൽ മുന്നോട്ട് പോകുമ്പോൾ ദാറ്റ് വിൽ ബിക്കം എ സ്റ്റൈൽ ദാറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ എനിവൺ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സംഭവത്തിൽ കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇഫ് യു നോ സം സ്റ്റൈൽ ആൻഡ് യു ഡു ഓൺ ദാറ്റ് വേ സമ്മൺ ഈസ് എന്താ പറയാ നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, പക്ഷെ പിന്നീട് ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു ഒരു മെത്തേഡിലേക്ക് അത് മാറാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എന്താ പറയാ നമ്മൾ പറഞ്ഞൊരു ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദ ക്രിറ്റിസിസം ഓഫ് അതർ പീപ്പിൾ ഡസൻ മാറ്റർ. ക്രിറ്റിസിസം ഓഫ് അതർ പീപ്പിൾ ഡസൻ മാറ്റർ. നമ്മൾക്ക് നമ്മളെ എങ്ങനെയായിരിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് ഇനി ക്രിറ്റിസിസം നിങ്ങളെ ബാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ നിങ്ങൾ അത് കേട്ട് വിഷമിക്കുമോ? വിഷമിക്കില്ല എങ്കിൽ എല്ലാവരും ഒരു നോ എന്ന് ടൈപ്പ് ചെയ്തേ. പെട്ടെന്ന് നോയോ തംസപ്പോ എന്തെങ്കിലും. ഇനി ആരുടെയും ക്രിറ്റിസിസം എന്നെ ബാധിക്കൂല എന്ന് പറഞ്ഞത് ഓക്കെ, ഒരു തംസപ്പോ നോയോ ഒക്കെ ഇടേ. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. നമുക്കത് ബാധിച്ചു പോകും. എന്താ പറഞ്ഞ മേഘ എന്താ പറഞ്ഞ കേട്ടില്ല. ചില സമയങ്ങളിലെ അത് നമ്മെ ബാധിച്ചു പോകും. കുഴപ്പമില്ല, ബാധിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചു വരാൻ പറ്റണം. ബിക്കോസ് ദേ ആർ നോട്ട് ഗിവിംഗ് ഫുഡ് ടു അസ്. നമുക്ക് ആരും അവർ ചെലവിന് തരുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളെ എന്താ പറയാ വളരെ വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. സംവൺ ഈസ് നിങ്ങളുടെ മേത്തേക്ക് നമ്മൾ മറ്റേ എപ്പോഴും പണ്ട് പറയാറുള്ള ഒരു കോട്ടാണ്. നിങ്ങൾക്ക് അത് എത്ര പേര് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാങ്ങയുള്ള മാവിലെ ആൾക്കാർ കല്ലെറിയുള്ളൂ. ഇഫ് യു ഹാവ് സം ഫ്രൂട്ട്സ് ഓൺ ഇറ്റ് എവരി വൺ വിൽ ടീസ് യു, വിൽ എന്താ പറയാ. നിങ്ങൾ ഒരു കഴിവില്ലാത്ത ഒരുത്തനായിട്ട് ഇരുന്ന് നോക്കിയേ, ഒരാളൊന്നും മിണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാരണവരല്ല ഇവിടെ ഒരു കഴിവില്ലാത്ത ഒരുത്തൻ എന്ന് പറയുന്നല്ലാതെ ഇഫ് യു ഡു സംതിങ് ആൻഡ് സമ്മൺ വിൽ കം ആൻഡ് ഡു എന്താ പറയാ നിങ്ങളെ വിമർശിക്കുന്ന, അതിന്റെ അർത്ഥം യു ആർ ഡൂയിങ് സംതിങ് ഡിഫറെന്റ്. യു ആർ ഡൂയിങ് സംതിങ് ഡിഫറെന്റ്. ആൻഡ് ദാറ്റ് ഈസ് ദ നിങ്ങൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മറ്റുള്ളവർ ചെയ്യുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങളെ ആളുകൾ കളിയാക്കുകയും ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. അതിന്റെ അർത്ഥം യു ആർ ഗ്രോയിങ്, നോട്ട് ദാറ്റ് യു ആർ ഡൈങ്. യു ആർ ഗ്രോയിങ്, ഓൾവേസ് യു ആർ ഗ്രോയിങ്. അതുകൊണ്ട് വിമർശനങ്ങൾ വരുമ്പോൾ സന്തോഷമാണ്. ഞാൻ ഈ അടുത്ത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഞാൻ ഒരു കുട്ടീനെ അവിടുന്ന് കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ കേൾക്കുന്ന കഥകളൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്റെ ഒരു ഡിസംബർ 25 മുതൽ ഒരു ജാനുവരി ഒരു 5th 6th വരെ ഐ വാസ് സോ ടെൻസ്ഡ്, ഇങ്ങനെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഐ ആം സോ ഹാപ്പി. ഇപ്പൊ ആൾക്കാരെ വിളിച്ചിട്ട് പറയും, നിനക്ക് മനുഷ്യകടത്താന്ന് പറഞ്ഞു കിട്ടല്ലോ. ഞാൻ പറഞ്ഞു യാടാ, യെസ് ഐ ഹാവ്. കാരണം ഞാൻ ചെയ്തത് നന്മയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിന്റെ ഫ്രൂട്ട്നെസ് എടുക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്തില്ല. ദാറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്, ബിക്കോസ് ഷീ ഡസന്റ് ഡിസേർവ് ഇറ്റ്.
അതല്ലാതെ നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് വിശ്വസിച്ച് കരഞ്ഞ് പിഴിഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ലൈ ദാറ്റ് ഓൾവേസ്, ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ള ഒരു ലൈ എന്ന് വെച്ചാൽ, ജീനിയസ് ഈസ് ബോൺ. ജീനിയസ് ആയിട്ടുള്ള ആൾക്കാര് ജന്മം കൊണ്ടാണ് ജീനിയസ്, നോട്ട് കർമ്മം കൊണ്ട്. ആളുകൾ എല്ലാവരും ചിന്തിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ യേശുദാസിന് ദൈവം മനോഹരമായ ശബ്ദം കൊടുത്തു, നല്ലതുപോലെ പാടാൻ പറ്റി, ഇറ്റ്സ് ബോൺ. നോ, നോട്ട് യെറ്റ്. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് ഒരു ആക്ടർ ആയിട്ടാണ്, ആൻഡ് ഹീസ് എ ബോൺ ആക്ടർ. നോ, ഹി ഡസൻ. ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അദ്ദേഹം അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോഴേ ഏറ്റവും ടോപ്പ് ആക്ടർ ആയിട്ടാണ് വന്നത്. അത് ജന്മസിദ്ധമാണ്. നോ, ജന്മസിദ്ധമല്ല. മമ്മൂട്ടി ഈസ് ബെസ്റ്റ് ഓഫ് ദ ആക്ടർ. ഹി ഈസ് എ ബോൺ ആക്ടർ. നോ, ഹി ഈസ് നോട്ട് എ ബോൺ ആക്ടർ. ഇവരെല്ലാവരും എഫേർട്ട് ഇട്ട് അവര് ഒരു ജീനിയസ് ആയിട്ട് മാറിയതാണ്. ബീങ് ജീനിയസ് ഈസ് നോട്ട് ബോൺ. യു ആർ ജീനിയസ്. അതെ, അങ്ങനെ ജീനിയസ് ബോൺ ആണെങ്കിൽ ആരതി ഈസ് ജീനിയസ്, ഷീജ ഈസ് ജീനിയസ്, അബ്ദുൾ റസാഖ് ഈസ് ജീനിയസ്, ബഷീർ is also genius, Vincent is genius, I am genius, everyone is genius because we have that all capacity. യേശുദാസിനും എനിക്കും നിനക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത് സെയിം ബ്രെയിൻ ആണ്. ആൻഡ് ഗോഡ് ഒരു 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 പക്ഷപാതം വരുത്തിയിട്ടില്ല. അണ്ടിൽ അൺലെസ് എന്തെങ്കിലും ഡിഫക്റ്റീവ് ഡാമേജ് ഒക്കെ വന്ന് വളരെ നശിച്ചുപോയ ബ്രെയിൻ അല്ലാതെ ബാക്കി എല്ലാവർക്കും ഏത് ഇന്റലിജൻസും നമുക്ക് എടുക്കാൻ പറ്റും. ഒറ്റ കാര്യം, you have to have that passion, you have to have that dream in your life. നിങ്ങൾക്കറിയാം, യേശുദാസ് ആകാശവാണിയിൽ പാടാൻ പോയപ്പോൾ അദ്ദേഹത്തെ റിജക്ട് ചെയ്തതാണ്. നമ്മുടെ അമിതാഭ് ബച്ചന്റെ സൗണ്ട് ഭയങ്കര റഫാണെന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചനെ ആക്ട് ചെയ്യിപ്പിക്കാനോ റേഡിയോയിൽ, ഓൾ ഇന്ത്യ റേഡിയോയില് അദ്ദേഹത്തെ റിജക്ട് ചെയ്തതാണ്. ആ സൗണ്ട് മോശമാണ് എന്ന് പറഞ്ഞ റേഡിയോയിൽ റിജക്ട് ചെയ്ത അന്ന് അത് വിശ്വസിച്ചിരുന്നെങ്കിൽ, നേരത്തെ മേഘ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ക്രിട്ടിസൈസ് മാറ്റർ ആണെന്ന് പറഞ്ഞ പോലെ യേശുദാസ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നൗ ദർ ഇസ് നോ യേശുദാസ്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അഭിനയിച്ച പടങ്ങള് എല്ലാം ഹിറ്റൊന്നുമല്ല, ഭൂരിഭാഗം ഫെയിലിയേഴ്സ് ആണ്. മമ്മൂട്ടി അഭിനയിച്ച എത്രയോ പടങ്ങൾ പൊട്ടി. അപ്പൊ കിട്ടുന്ന ക്രിറ്റിസൈസ്, അയ്യോ ഇയാൾക്കൊക്കെ അഭിനയിക്കാൻ അറിയോ എന്നൊക്കെ പറയുമ്പോൾ ആ ക്രിറ്റിസൈസ് നോക്കി നിന്നെങ്കിൽ അവരൊരിക്കലും മുന്നോട്ട് പോകില്ല. അവര് ഓരോ ദിവസവും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് ദേ ബിക്കം ജീനിയസ്. ഇപ്പൊ അവർക്ക് ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഈസിലി ഡു ദാറ്റ്. മൈക്കലാഞ്ചലോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, മൈക്കലാഞ്ചലോ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന സമയത്ത് ഒരു ലേഡി അവരുടെ മുമ്പിൽ നിന്നിട്ട് ചോദിച്ചു, ക്യാൻ യു ഡ്രോ മൈ പിക്ചർ? മൈക്കലാഞ്ചലോ അവരുടെ മുഖത്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് പിക്ചർ വെച്ചു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പിക്ചർ. ആൻഡ് ഹി ടുക്ക് ലെസ് ദാൻ 1 minute or 2 minutes. ആൻഡ് അറ്റ് ദാറ്റ് ഡേയ്സ്, ലൈക്ക് ഇയേഴ്സ് ബാക്ക്, അന്ന് ഈ ലേഡി ചോദിച്ചു ഹൗ മച്ച് യുവർ കോസ്റ്റ്. പുള്ളി അന്ന് $600 കണ്ടു പറഞ്ഞു. അപ്പൊ ചോദിച്ചു, $600? ലൈക്ക് $600 എന്ന് പറഞ്ഞാൽ ഹ്യൂജ് മണി അറ്റ് ദാറ്റ് ടൈം. ഇപ്പോഴും വലിയ പൈസ തന്നെയാണ്, അന്ന് വളരെ വലിയ എമൗണ്ട്. നിങ്ങൾ യു ടുക്ക് ഓൺലി ലെസ് ദാൻ 1 minute ടു ഡ്രോ മൈ പിക്ചർ, സോ വൈ ഐ നീഡ് ടു പേ $600? മൈക്കലാഞ്ചലോ പറഞ്ഞു, നിങ്ങളിപ്പോ കണ്ടത് 1 minute കൊണ്ട് ഞാൻ നിങ്ങളുടെ പടം ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചർ ചെയ്യുന്നതാണ്. പക്ഷെ ഈ 1 minute കൊണ്ട് നിങ്ങളുടെ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തത്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തത്, എൻ്റെ ലൈഫിൽ ഞാൻ സ്പെൻഡ് ചെയ്തത് മണിക്കൂറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000-10,000 കണക്കിന് മണിക്കൂറുകൾ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടാണ് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പിക്ചർ വരയ്ക്കുന്ന ഒരു സ്കില്ലിലേക്ക് ഞാൻ എത്തിയത്. ഇറ്റ്സ് നോട്ട് ഗോഡ് ഗിഫ്റ്റഡ്. ഇതൊന്നും ദൈവം മോളിൽ നിന്ന് ഇറക്കി തന്നൊരു സംഭവമല്ല. ഐ പ്രാക്ടീസ് ഫെയിൽ ദെൻ ഫൈനലി ഐ ഗോട്ട് ദിസ്. അതുകൊണ്ടാണ് ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളോട് പറയുന്നത്, യു ഹാവ് ടു ഡു ഇറ്റ്. ആദ്യം ചെയ്യുമ്പോൾ തെറ്റും, ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. പാട്ട് പാടുമ്പോൾ ആദ്യമൊക്കെ വളരെ ബോറായിരിക്കും. ബട്ട് ഇഫ് യു ആർ പാഷനേറ്റ് ഇനഫ്, യു ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് ബൈ ഡൂയിങ് സിംഗിൾ സ്റ്റെപ്പ് വീണ് നിങ്ങൾ എന്തായാലും ഒരു ദിവസം എഴുന്നേൽക്കും. ആ എഴുന്നേറ്റ് നിൽപ്പിന് വളരെ ഒരു മനോഹാരിത ഉണ്ടാവും. യു ബിക്കം വെരി സക്സസ്ഫുൾ. അപ്പൊ അതിന് ഈ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീനിയസ് ആയിട്ടുള്ള ഒരാളും ബോൺ ആയതല്ല, മറിച്ച് അവരുടെ ലൈഫ് അതിനുവേണ്ടി മാറ്റി വെച്ചാണ്. ഇപ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പറയില്ല, നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നു, എത്രയോ ഡിസിഷൻസ് എടുക്കുന്നു, എത്രയോ ഡിസിഷൻസ് പാളി. പക്ഷെ ഡിസിഷൻസ് പാളി ഒരു ദിവസം നമുക്ക് ഒരു ഇൻഡ്യൂഷൻ വരും, ആൻഡ് ദാറ്റ് വിൽ സേവ് അവർ ലൈഫ്.
ഞാൻ ഈ അടുത്ത് ഒരു ഡോക്ടറെ ഇന്റർവ്യൂ കണ്ടു. അപ്പം ഡോക്ടർ ഇതുമായിട്ട് ബന്ധപ്പെടുത്താമോ എന്ന് എനിക്ക് അറിയണം, പക്ഷെ ദാറ്റ് ഈസ് എ സ്റ്റോറി. ആക്ച്വലി പുള്ളി പറഞ്ഞ കേസ് വെച്ചാല്, ഒരു പേഷ്യന്റ് അദ്ദേഹത്തിന്റെ അടുത്ത് വരാണ്. ഇവരുടെ പേഷ്യന്റിന്റെ BP കുറയുന്നില്ല. ഇദ്ദേഹം പല ടെസ്റ്റുകൾ നടത്തി നോക്കി, മരുന്ന് നോക്കി, ഒന്നും സംഭവിക്കുന്നില്ല, BP കുറയുന്നില്ല. ഫൈനലി ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി വിചാരിച്ചു ഒരു MRI സ്കാനിങ് ചെയ്തു. കാര്യം BP കുറയാതിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ MRI സ്കാൻ ചെയ്ത് ഈ രോഗീനെ MRI സ്കാനിങ്ങിന് വിട്ടു. അങ്ങനെ വിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ രോഗിയുടെ അടുത്ത് നിന്ന് പോയി ഇദ്ദേഹം ലിഫ്റ്റ് കയറിയ സമയത്ത് പുള്ളി വെറുതെ ഇങ്ങനെ ആലോചിക്കണം, എന്നാലും എന്തുകൊണ്ടായിരിക്കും BP കുറയാത്തത്, ഒരു CT സ്കാൻ എടുത്ത് നോക്കിയാലോ. അത് ആ സമയത്ത് പുള്ളിക്കുന്ന ഒരു ഇൻഡ്യൂഷനാണ്. ഇറ്റ്സ് നോട്ട് ആസ് പെർ മെഡിക്കൽ പ്രൊസീജിയർ. കാരണം മെഡിക്കൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു, പക്ഷെ BP കുറയുന്നില്ല. മരുന്ന് കൊടുത്തു, ബാക്കിയുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്തു, എല്ലാം കൊടുത്തു, കുറയുന്നില്ല. ബട്ട് MRI എടുത്ത് നോക്കാം, എന്തെങ്കിലും എന്താ പ്രശ്നം നോക്കാം. ബട്ട് സ്റ്റിൽ ഹി ക്യാൻ ഫൈൻഡ് ഔട്ട്. പക്ഷെ പുള്ളി ലിഫ്റ്റിൽ നിന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് തോന്നി, ഓക്കെ, കാര്യം MRI എടുക്കാൻ കുറച്ച് സമയം എടുക്കും, ഇത് അൾട്രാസൗണ്ട് എടുക്കാനായിട്ട് വലിയ സമയമില്ല. അപ്പം ആ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പുള്ളി ലിഫ്റ്റിൽ കയറിയ പുള്ളി നേരെ തിരിച്ച് അപ്പൊ തന്നെ ലിഫ്റ്റ് താഴേക്ക് എനിക്ക് ഓടി വന്നു. പെട്ടെന്ന് അൾട്രാസൗണ്ട് ചെയ്യാൻ വന്നു. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ രോഗിക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇത് സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, BP കുറയാത്തത്. സ്പോട്ടില് രോഗിനെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, ആ ബ്ലീഡിംഗ് നിർത്തുന്നു, ആൻഡ് പുള്ളിയുടെ ലൈഫ് സേവ് ചെയ്യുന്നു. സോ ഇവിടെ ആ ഡോക്ടറുടെ എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ നമ്മൾ കുറെ നാൾ നോക്കിയുമ്പോൾ ഇൻഡ്യൂഷൻസ് വിൽ വർക്ക്. അതിന് ചെയ്യാവുന്ന വേറെ ഒന്നുമില്ല, പ്രാക്ടീസ് 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 പ്രാക്ടീസ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ ടൈമിൽ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മിസ്റ്റേക്സ് ആർ നോട്ട് ഫെയിലിയേഴ്സ്. മിസ്റ്റേക്സ് ആർ നോട്ട് ഫെയിലിയേഴ്സ്. മിസ്റ്റേക്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ആൻഡ് അറ്റ് ദ ഡേ ഞാൻ പറഞ്ഞ കോട്ട് എത്ര പേര് ഓർക്കണമെന്നാണ്, ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് യുവർ സക്സസ് റേറ്റ്, try to increase your failure rate. So if you increase your failure rate, you will become a genius. തോമസ് ആൽവ പലതവണ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്, പലതവണ നമ്മൾ കേട്ടതാണ്, നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും. എന്നാൽ പോലും ഒരു സാഹചര്യവശാൽ ഐ നീഡ് ടു സേ അഗൈൻ ലൈക്ക് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന വ്യക്തി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സമയം ഫെയിലിയേഴ്സ്, അതായത് ബൾബ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോഴും ആ പരാജയം സംഭവിക്കാതെ വീണ്ടും 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 റെപ്പറ്റീറ്റീവ് ആയിട്ട് അദ്ദേഹം ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ വെളിച്ചത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും. റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര് അവര് ഫ്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് പറക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങള്, അവർക്ക് അതിന്റെ ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നും അറിയില്ല. അവരിങ്ങനെ ഏതെങ്കാണ്ട് ഒരു ഇൻഡ്യൂഷന്റെ പുറത്ത് ഇത് മുഴുവൻ ചെയ്യുന്നു. അവര് ആകെ സൈക്കിൾ റിപ്പയർ ചെയ്ത് കിട്ടുന്ന ചെറിയൊരു പൈസ കൊണ്ട് ഇതിന്റെ എക്യുപ്മെന്റ്സും സാധനങ്ങൾ മേടിക്കുന്നു. ഇവര് പറക്കുന്നു, താഴെ വീഴുന്നു, പറക്കുന്നു, താഴെ വീഴുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് പറന്ന് താഴെ വീണ് വൺ ടൈം they could fly. And Wright brothers, they are the founders of a flight. That's in America. So genius is not born. Genius is not born. Genius is made up. നമ്മുടെ കഠിനമായ പ്രയത്നം കൊണ്ട്, ശ്രമം കൊണ്ട് ആണ് ഓരോ ജീനിയസ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് അത്രയും സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളൂ. You just believe this. If you practice something for 10,000 hours, you become master on it. If you practice something for the, you become master on it. So നമ്മള് ഇപ്പോ 7 ലൈസ് കണ്ടു. I will repeat it again. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ആൻഡ് നമുക്ക് എന്താ പറയാ, നമ്മുടെ ലൈഫിൽ ഈ നുണകളെയൊക്കെ വിശ്വസിക്കാതെ നമ്മുടെ ഏറ്റവും ഫുൾ പൊട്ടൻഷ്യൽ വിശ്വസിക്കാം. അതിൽ ഒന്നാമത്തത് ഇന്റലിജൻസ് ഫിക്സ്ഡ് അല്ല, നമുക്കത് മാറ്റിയെടുക്കാം. 2, നമ്മൾ 10% ബ്രെയിനുള്ള യൂസ് ചെയ്യുന്നത് 100% യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വി ആർ നോട്ട് യൂസ് ഇറ്റ് എഫക്റ്റീവ്ലി. 3, ഓരോ പരാജയവും ഓരോ മിസ്റ്റേക്സും ഫെയിലിയേഴ്സ് അല്ല, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് എന്താ പറയാ, അതൊക്കെ നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. നോളേജ് അല്ല പവർ, അപ്ലൈഡ് നോളേജ് ആണ് പവർ. നമുക്ക് കിട്ടിയ അറിവുകളെ നമ്മൾ വീണ്ടും എന്താ പറയാ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നത്. ലേണിംഗ് ന്യൂ തിങ്സ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നോ, ലേണിംഗ് ന്യൂ തിങ്സ് ഈസ് വെരി ഈസി. വി ഹാവ് ടു നോ വൺ മെത്തേഡ്. നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ ബീസ്വേവ് എന്ന് പറഞ്ഞ ഈ ഒരു വേർഡ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പേര് പഠിക്കാനുള്ള ഈസി സ്റ്റെപ്സ് ഐ suggested you. I told about Carol Greeder,
ഷീ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ വലിയ ഡിസബിലിറ്റി ഉള്ള കുട്ടി പിന്നീട് നോബൽ പ്രൈസ് വിന്നറായി, സയന്റിസ്റ്റായി, പഠനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു. മറ്റുള്ളവരെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു മാറ്റർ ആവേണ്ട കാര്യമില്ല, ബിക്കോസ് അതിന്റെ അർത്ഥം യു ആർ ഗ്രോയിങ്. അപ്പൊ അതിന് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റട്ടെ. ജിം ക്യാരിയെ കുറിച്ചുകൂടെ ജീനിയസ് ഈസ് നോട്ട് എറ്റ് ബോൺ, ജീനിയസ് ഈസ് മെയ്ഡ് അപ്പ്. ഒരു എക്സാമ്പിൾ കൂടി പറയുമ്പോഴേക്കും ബ്രൂസ്ലി എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും ഫാസ്റ്റിൽ ടോപ്പ് അദ്ദേഹമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഭയങ്കര സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു കഴിവില്ല, പുള്ളി സ്ട്രഗിളിന്റെ അങ്ങേയറ്റായിരുന്നു. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം ഒരു ജീനിയസ് ആയിട്ട് മാറി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് 1000 അടവുള്ളവനെ, പുള്ളിയുടെ ഏറ്റവും വലിയ കോട്ട നിങ്ങൾക്കൊക്കെ അറിയാം, 1000 അടവുള്ളവനെ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരടവ് 1000 പ്രാക്ടീസ് ചെയ്തവനെ എനിക്ക് ഭയമാണ്. വളരെ ശ്രദ്ധിച്ചു കേട്ടോ. 1000 അടവുകൾ മീൻസ് വെച്ചാൽ ഫൈറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ 1000 അടവുകൾ അറിയുന്ന ഒരുത്തനെ എനിക്ക് ഭയമില്ല, അവനോട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് പേടിയില്ല, ബിക്കോസ് ഐ ക്യാൻ ഈസിലി ബീറ്റ് ഹിം. ബട്ട് ഇഫ് എനിവൺ പ്രാക്ടീസ് വൺ സ്റ്റെപ്പ് or one movement that more than 1,000 times, I need to afraid it. Even I can beat it, but that is more powerful. അപ്പൊ അതുകൊണ്ടാണ് പല കരാട്ടെ കിഡ് മൂവിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരേ സാധനം തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്യിപ്പിക്കും. ആ കുട്ടിക്ക് മനസ്സിലാവില്ല, കാര്യം ഈ കോട്ട് ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. കോട്ട് ഇടും, അത് താഴേക്കിട, വീണ്ടും എടുത്ത് കോട്ടിട, ദിവസങ്ങളോളം അത് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ജാക്കി ചാന്റെ പല മൂവീസിലൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, അവരുടെ മാസ്റ്റേഴ്സ് ഒക്കെ ഒരു കാര്യമില്ലാണ് മനസ്സിലാവൂല എന്താണ് എന്തിനു ചെയ്യിപ്പിക്കണെന്ന്. ഒരു കാര്യം തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കും. അതിന്റെ അർത്ഥം വെച്ചാൽ ഇഫ് യു ഡു സംതിങ് റിപ്പീറ്റഡ്ലി യു വിൽ ബിക്കം മാസ്റ്റർ ഓൺ ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഓവർ ടു യു ആരതി. താങ്ക് യു സാർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മളുടെ ബ്രെയിനെ പറ്റിയുള്ള നമുക്ക് കുറെ തെറ്റിദ്ധാരണ നമുക്ക് മാറി കിട്ടി. വളരെ നല്ല യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു. അപ്പൊ ബാക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറ് പറഞ്ഞ ലാസ്റ്റിലുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ജീനിയസ് ഈസ് നോട്ട് ബോൺ, ഈസ് ക്രിയേറ്റഡ്. അത് വളരെ സത്യമാണ്. ഇപ്പോഴുള്ള കാലഘട്ടത്തില് മിക്ക ആളുകളും പിന്നെ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ദേ ക്യാൻ ഡെവലപ്പ് ഓൺലി ദെൻ ആ ഒരു പാഷൻ വേണം, ആ നെവർ ഗിവ് അപ്പ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് എനിത്തിങ്. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്കിന്നൊരു പരിശീലനത്തിന്റെ ദിവസമാണ്, വൃദ്ധത്തിന്റെ. അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ്സിൽ കുറച്ച് സമയം വൈകിയത് ചേരാൻ. ഒരു 10-15 ദിവസം കൊണ്ട് വൃദ്ധമാസം ആരംഭിക്കുകയുള്ളൂ. എന്തായാലും ഒരു നല്ല ക്ലാസ്സാണ്. അതിൻ്റെ അടിയിൽ രണ്ടാമത് പറഞ്ഞ വിഷയം, അതിവിടെ ഈ ജോജോ കാഞ്ഞിരക്കാടൻ അറിഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, അയാള് ക്ലാസ് എടുത്തതാണ്. പവർ മെമ്മറി ടെക്നിക്, അതിന്റെ ഭാഗമാണ്. ഒരു 10 സംഭവങ്ങളെ മനസ്സിലാക്കിയെടുത്ത് അത് എങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ പഠിച്ചിരുന്നു, പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്തു, 2005-ലാണ് അത് പിന്നീട് എങ്ങനെയുണ്ട് ഉപയോഗശൂന്യമായി മാറി. അത് കലണ്ടർ വെച്ചിട്ടുള്ള ഒരു കളിയുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കുന്ന ഒരു സംഭവം, അതായത് ഏത് ദിവസമാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഒരു കണക്ക് വെച്ചിട്ട്. അതുപോലെ തന്നെ കുറെ സാധനങ്ങളുടെ പേര് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ആ ലിസ്റ്റിൽ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് ആ ഫയലിൽ നമ്മൾ പാഠപുസ്തകങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയും. അങ്ങനെ വലിയൊരു ടെക്നിക്കായിരുന്നു പവർ മെമ്മറി ടെക്നിക്ക്. അത് കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഉപയോഗമുള്ളൊരു സംഭവമാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു തന്നു കേട്ടോ. ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറി കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മൾ എന്താണ് കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ പറയും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് കേൾക്കാൻ ഇടയാവുന്നുള്ളത്.
സോറി. താങ്ക് യു സോ മച്ച് സർ, നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു സെക്ഷൻ തന്നെയായിരുന്നു. നമ്മൾ പല മിഥ്യാധാരണകളും ഒഴിവായിട്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടാൻ അനുകൂലമായിട്ടുള്ള ഒരു നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും അതിന് ഡിഫിക്കൽട്ട് അല്ല, ഈസിയാന്ന് മനസ്സിലായി. എന്ത് പുതിയ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ക്രിറ്റിസിസം നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് മനസ്സിലായി. സാറ് പറഞ്ഞ നല്ല എക്സാമ്പിൾ കൂടെ മാങ്ങയുള്ള മാവില് നമ്മൾ കല്ലെറിയും എന്നുള്ള അതും വളരെ നല്ലതായിരുന്നു. പിന്നെ ഈ ബീസ്റ്റേഴ്സ് എന്നുള്ള ആ പേര് ഓർമ്മിക്കേണ്ട കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എപ്പോഴും ഗുണകരമായിട്ടുള്ള പോയിന്റ്സ് ആണ് സാർ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ മമ്മൂട്ടിന്റെയും അമിതാഭ് ബച്ചന്റെ എല്ലാവരും എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഒരു ജന്മസിദ്ധമായിട്ടുള്ളതല്ല എന്നുള്ളതും പറഞ്ഞു തന്നുണ്ട്. ഏതായാലും നല്ല ഒരു നമുക്ക് ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആണ് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. സർ, ഒരു നല്ലൊരു സെക്ഷനായിരുന്നു സാർ. അതെന്ന് വെച്ചാൽ നമുക്ക് ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പറഞ്ഞു. മാജിക് മണി സാർ, നല്ലൊരു സെക്ഷനായിരുന്നു സാർ. എപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയാണ് മൈൻഡിൽ. അപ്പോൾ നമുക്ക് ഒരു പുതിയ കാര്യമൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് കഴിയില്ല. കുറച്ചൊക്കെ തുടങ്ങിയിട്ട് പിന്നെ 100 എക്സ്ക്യൂസാണ് അതിന് കാണുന്നത്. ഈ 100 എക്സ്ക്യൂസുകളാണ് സാറൊരു 10 പോയിന്റുകളിലൂടെ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നത്. നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. വേറെ എനിക്ക് തോന്നുന്നു സാറിന്റെ ഈ ഒരു എന്താ പറയാ വീഡിയോ ആയിട്ട് വരുമ്പോൾ നമ്മൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും ഇതൊന്ന് കേട്ട് കഴിഞ്ഞ് നമുക്ക് ഈ പോയിന്റുകളിലൂടെ തന്നെ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആക്കാൻ പറ്റും. ആ ഒരു ലിമിറ്റിംഗ് ബിഹേവിയർ ആണ് നമ്മൾക്കുള്ള പ്രോബ്ലം. എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വിമർശിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ മൈൻഡ് സെറ്റ് അവരിലേക്ക് അങ്ങോട്ട് മാറിപ്പോകും. ഇത്രയും ചെയ്തിട്ടും ഇത് തന്നെ കേട്ടല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. അപ്പോൾ ഇതിന്റെ വീഡിയോ വരുമ്പോ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക, വളരെ ഉപയോഗപ്പെടുന്നതാണ് തോന്നുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് കിട്ടിട്ടോ. താങ്ക് യു സർ. താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. സാജിദ പറയുന്നുണ്ടോ? ഷൈമിന പറഞ്ഞോളൂ. അല്ല സാറേ, ഞാൻ 2 പാട്ടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറയാനായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു സാർ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. താങ്ക് യു ഷൈമിന. സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ. താങ്ക് യു സർ. താങ്ക് യു. സാജിദ ഇല്ല, ഓക്കെ, അറിയാതെ ഹാൻഡ് റൈസ് ആയിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച്. നമുക്ക് നിർത്താം. 6:34 ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഓസ്റ്റിൻ സർ. താങ്ക് യു ഓൾ. Thank you, sir. Thank you all.